Hi, hello everyone. Welcome back to my YouTube channel. My name is Lija Jun. ഓക്കെ, അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ വീഡിയോ തന്നെയാണ്. നമ്മുടെയൊക്കെ ആഗ്രഹങ്ങൾ, ലക്ഷ്യങ്ങൾ, സ്വപ്നങ്ങളൊക്കെ വളരെ ക്വിക്കായിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യമാണ്. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ വീട്ടിൽ നമ്മുടെ ലിവിങ് ഏരിയയിൽ അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിൽ, ഇപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിലും നമ്മൾ പഠിക്കാനിരിക്കുന്ന സ്ഥലത്ത്, നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തൊക്കെ ഒരു ചെറിയ മണി പ്ലാന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാന്റ് വളർത്തുന്നത് നല്ലതായിരിക്കും. അപ്പം നമ്മൾ അതിൻ്റെ ഗ്രോത്ത് ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും, അതിൻ്റെ വളർച്ച നമുക്കിങ്ങനെ കാണാൻ പറ്റും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഏകദേശം അതിന് സിമിലർ ആയിട്ടുള്ള വേറൊരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. അതായത് ഞാൻ കുറച്ച് നാളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സംഭവം. അപ്പോൾ ഇത് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഓരോ ഡ്രീംസും, നമുക്ക് അച്ചീവ് ചെയ്യാനുള്ള ഓരോ ഡ്രീംസും, അതുപോലെ തന്നെ നമ്മൾ അച്ചീവ് ചെയ്തിട്ടുള്ള ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും നമുക്കിതിൽ സൂക്ഷിച്ചു വെക്കും. അപ്പം നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരിക്കും. കാരണം എന്താ, നമ്മൾ ഓൾറെഡി അച്ചീവ് ചെയ്ത കുറേ സാധനങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും, കുറേ കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇനി അച്ചീവ് ചെയ്യാനുള്ളത് നമുക്കൊരു ഇൻസ്പിറേഷൻ പോലെ നിൽക്കും. അതുപോലെ തന്നെ നമ്മളുടെ ഉള്ളിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അഫം ചെയ്യുന്ന അഫമേഷൻസ് വഴി ഈ യൂണിവേഴ്സിലേക്ക് നമ്മളുടെ ആവശ്യങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യും. നമ്മളുടെ ഈ ഒരു എനർജി ഈ ഒരു യൂണിവേഴ്സിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്നത് വഴി നമ്മളുടെ ഈ ആവശ്യങ്ങൾ നമ്മളെ ഗൈഡ് ചെയ്യുന്ന, നമുക്കൊരു സെലസ്റ്റിയൽ അല്ലെങ്കിൽ ഒരു കോസ്മിക് ഗൈഡൻസ് നമുക്ക് ചുറ്റും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു എനർജിയിലേക്ക് നമ്മളുടെ ആവശ്യങ്ങൾ എത്തിപ്പെടുകയും നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു യൂണിവേഴ്സ് അത് നമുക്ക് വർക്കാക്കി തരികയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വേറൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു ട്രിക്കാണ്. അപ്പോൾ ഈ ഒരു കാര്യം ചിലപ്പം കൂടുതൽ ഇഷ്ടപ്പെടുന്ന ക്രിയേറ്റീവായിട്ട് വീട്ടിലൊക്കെ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഈ ഒരു കാര്യം ഇഷ്ടപ്പെടും, അവർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് സമയമില്ലാത്തതുകൊണ്ടാണത് ചെയ്യാത്തത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഏകദേശം ഒരു 10 months മുന്നേ ചെയ്ത ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. വേറൊന്നുമല്ല, ഇതാണ് കണ്ടോ, ഒരു ഡ്രീം ട്രീ എന്ന് വേണമെങ്കിൽ പറയാം. ഞാനത് കാണിച്ചു തരാം. ഇതാണ് സംഭവം. ഇതെന്തോ അത് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാവേ. അതായത് നമ്മുടെ വീട്ടിൽ കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുന്നേ ഒരു മരം വെട്ടിയപ്പം അതിൻ്റെ ഒരു ബ്രാഞ്ച് ഒരു മരത്തിൻ്റെ ഷേപ്പിൽ കിടന്ന ഇത് ഞാൻ കട്ട് ചെയ്ത് കിടന്നത് ഞാൻ എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് ഞാനതൊരു ചെടിച്ചട്ടിക്കകത്തിലിട്ടിട്ട് കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ അന്ന് ഞാനിങ്ങനെ വിചാരിച്ചു, ഇതിനെ കുറച്ചും കൂടി എൻ്റെ മാനിഫെസ്റ്റേഷനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റാക്കി കീപ്പ് ചെയ്യാമെന്നും. എന്തായാലും ഇത് നമ്മുടെ വീട്ടിൽ ഞാനൊരു ഹോം ഡെക്കർ പോലെ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തതായിരുന്നു. അപ്പം അങ്ങനെ ചെയ്യുന്നതോടൊപ്പം തന്നെ എൻ്റെ പേഴ്സണലായിട്ടുള്ള എൻ്റെ മൈൻഡ്ഫുൾനെസ് ആ ഒരു ജേർണിയിലും എനിക്ക് ഹെൽപ്പ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സാധനമായിട്ട് ഇത് വെക്കാം. അപ്പം ഞാനിതിൽ കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെച്ചു, പിങ്ക് കളറിൽ. ഞാൻ ആദ്യം ചെറി ബ്ലോസം പോലെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്, പക്ഷെ ഇങ്ങനെ ഞാൻ ചെയ്തു. എന്നിട്ട് ഞാനിത് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെൻ്റെ ഒരു ഡ്രീം ട്രീ ആയിട്ടിരിക്കും. അതായത് എൻ്റെ ഓരോ ആവശ്യങ്ങളും ഞാൻ ഈ ഒരു ട്രീയോട് പറയുകയാണ്. ഇപ്പം എനിക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് നല്ല മാർക്ക്, അടുത്ത എക്സാമ്പിൾ നല്ല മാർക്ക് വേണം. അപ്പോൾ ഇതിൽ ഓരോ ഫ്ലവർ വെക്കുമ്പോഴും ഞാൻ ആ ഒരു ഫ്ലവറിനകത്ത് ഒന്നുകിൽ അത് ചെറുതായിട്ട് എഴുതി വെക്കും, അല്ലെങ്കിൽ അതെൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ വിഷ്വലൈസ് ചെയ്യും എനിക്ക് നല്ലൊരു മാർക്ക് കിട്ടിയെന്ന്. എന്നിട്ട് ഞാൻ ആ ഒരു ഫ്ലവർ അതിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കും. മനസ്സിലായോ? അങ്ങനെ നമ്മുടെ ഓരോ ആവശ്യങ്ങൾ. അതുപോലെ ഇപ്പോൾ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് വേണമെങ്കിൽ എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ബോക്സിൽ എഴുതിയിടാം. അതിന് പകരം വേണമെങ്കിൽ ഈ ഒരു ഫ്ലവറിൻ്റെ പെറ്റലിൽ വേണമെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി അതിൽ വെക്കാം. അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വളരുന്ന ഒരു ചെടി വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇതൊരു കമ്പാണ് കണ്ടോ. അപ്പോൾ ഇതിന് വളർത്തുന്നില്ല, പക്ഷെ അതിനകത്ത് വേറൊരു സാധനം ചെറുതായിട്ട് വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇത് കാരണം ഞാനൊരു ഹോം ഡെക്കർ എന്നൊരു പേർപ്പസിലായിരുന്നു മെയിനായിട്ട് എടുത്തത്. പിന്നീട് ഞാനിത് എൻ്റെ മാനിഫെസ്റ്റേഷൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യം കൂടിയാക്കി മാറ്റി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെറിയ കാർഡിലും ഓരോ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി ഒരു ചെറിയ ത്രെഡിൽ കെട്ടി ഇതിലൊക്കെ ഞാനിങ്ങനെ തൂക്കിയിടും. അപ്പം അത് ഞാൻ എപ്പോഴും ഇവിടെ വെക്കത്തില്ല. കുറച്ച് സമയം മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാൻ ഇരിക്കുന്നതിന് മുന്നേ അതിലിങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഒരു ചെറിയ കുഞ്ഞ് പീസ് ഓഫ് പേപ്പറിൽ എഴുതി ഇങ്ങനെ തൂക്കിയിട്ടിട്ട് അതിന് മുന്നിലിരുന്ന് നമുക്ക് വിഷ്വലൈസേഷനും മാനിഫെസ്റ്റേഷനൊക്കെ
ചെയ്യാം. അപ്പോൾ അതെന്താ, അത് ശരിക്കും ഒരു വുഡാണ്. നമുക്ക് ഈ ഒരു പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ കിട്ടിയ ഒരു സാധനമാണ്, നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്, ആർട്ടിഫിഷ്യൽ അല്ല. അപ്പോൾ അതിൽ പേപ്പർ ആണെങ്കിലും, പേപ്പർ വെച്ചാണ് ഞാൻ ഫ്ലവേഴ്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്ന കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മളുടെ മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. നമുക്ക് കൂടുതലൊരു നമ്മൾ ശരിക്കും അത് പ്രൊഡക്റ്റീവ് ആക്കി മാറ്റും. കാരണം ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യും, ക്രിയേറ്റീവായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നൊരു ക്ലാരിറ്റി നമ്മുടെ വിഷനും വരും. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഡ്രീം ട്രീ എന്ന് പറയുന്നത്. അതിൻ്റെ സൈഡിൽ ബലൂണാണ് കിടക്കുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ ഹൗസ് വാമിങ്ങിന് കുറച്ച് ബലൂൺ വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതാണ്. അപ്പോൾ ഇത് ഞാൻ പിങ്ക് കളറിലെ ചാർട്ട് പേപ്പർ വെച്ചുണ്ടാക്കിയ ഫ്ലവേഴ്സാണ്. അപ്പോൾ ഇതിലാണ് ഞാൻ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡൊക്കെ, ഇതിൽ ഓരോ ഫ്ലവേഴ്സിനും എൻ്റെ ഓരോ ആഗ്രഹങ്ങളാണ്. ചിലതൊക്കെ എൻ്റെ നന്ദിയാണ്, ഞാൻ ഈ ഒരു യൂണിവേഴ്സിനോട് പറഞ്ഞ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡാണ്. ചില സമയത്ത് ഞാനിതിൽ എഴുതി വെക്കും, അതായത് ഒരു കുഞ്ഞു പേപ്പറിൽ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി ഇതിൻ്റെ ഓരോ ബ്രാഞ്ചിലും സ്റ്റിക്ക് ചെയ്തോ തൂക്കിയോ വെക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ഇതേപോലെയുള്ള പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ വളരെ എക്സ്ക്ലൂസീവായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാനൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമുക്കവിടെ നോ യുവർ സെൽഫ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും കൂടിയുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ഡെയിലി അഫർമേഷൻസും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബൈ.